ഹായ്, എൻ്റെ പേര് അനൈന. ഞാൻ ആബ്സല്യൂട്ട് മൈൻഡ് ക്ലിനിക്കിൽ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ BPD എന്ന് പറഞ്ഞ ഡിസോർഡറിനെ കുറിച്ചിട്ടാണ്. ശരിക്കും എപ്പോഴാണ് നമ്മുടെ പേഴ്സണാലിറ്റി ഒരു ഡിസോർഡർ ആയിട്ട് മാറുന്നത്? കുറേ കാലമായിട്ട് നമ്മളുടെ ചിന്തയിൽ, തോട്ട്സിൽ, സ്വഭാവത്തിൽ, മൂഡിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് നമ്മുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുമ്പോഴാണ് അതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് മാറുന്നത്. പലതരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ നമുക്ക് കാണാൻ പറ്റും. അതിലൊന്നാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഈ ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാർക്ക് അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് അവർക്ക് ദേഷ്യം വരികയാണ് അല്ലെങ്കിൽ സങ്കടം വരികയാണ്, അതൊക്കെ ഒരു എക്സ്ട്രീം ആയിട്ടായിരിക്കും ഇവർ പ്രകടിപ്പിക്കുന്നുണ്ടാവുക. പഠനങ്ങൾ പ്രകാരം പുരുഷന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്ത്രീകളിലാണ് കൂടുതലും ഈ ഡിസോർഡർ കണ്ടുവരുന്നത്. പൊതുവേ ഈ BPD ഉള്ള ആൾക്കാരിൽ കണ്ടുവരുന്ന ഒരു ലക്ഷണമാണ് അവരുടെ ഒരു ഇമ്പൾസീവ് നേച്ചർ, എടുത്തു ചാടിയിട്ട് ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഷോപ്പിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ തന്നെ അവർക്ക് വേണ്ടതും വേണ്ടാത്തതായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവർ വാങ്ങിക്കൂട്ടും. ഈ ഒരു കാരണം കൊണ്ട് തന്നെ അവരുടെ എക്സ്പെൻസ് ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാവും. ഈ BPD ഉള്ള ആൾക്കാർക്ക് മറ്റുള്ളവരായിട്ട് റിലേഷൻ ബിൽഡ് ചെയ്യാനൊക്കെ വളരെ ഈസി ആയിരിക്കും. അവരുടെ ഒരു മാനിപ്പുലേറ്റീവ് നേച്ചറും അവരുടെ ഒരു സ്കിൽസും കാരണം അവർക്ക് മറ്റുള്ളവരുമായിട്ട് വേഗം മിങ്കിൾ ആവാനും അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യാനും പറ്റും. പക്ഷെ ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും ഇവർ ആ റിലേഷൻഷിപ്പിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് പോവാറുണ്ട്. ഇവരുടെ പ്രണയബന്ധങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്ന് കൂടുതൽ റിലേഷൻഷിപ്സ് ഈ BPD ഉള്ള ആൾക്കാരിൽ കണ്ടുവരാറുണ്ട്. ഇതൊക്കെ തെറ്റാണെന്ന് അറിയെങ്കിലും പലപ്പോഴും ആ ഒരു ടൈമിൽ ഇവർക്ക് ബാക്ക് ഔട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ കുറേ കഴിഞ്ഞിട്ട് ഇവരെ പാർട്ട്നേഴ്സിന് അവർ ചീറ്റ് ചെയ്തല്ലോ എന്നുള്ളൊരു കുറ്റബോധം ഇവരിൽ ഉണ്ടാവാറുണ്ട്. ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാരിൽ അവരുടെ ഇമോഷൻസ്, വികാരങ്ങൾ കൺട്രോൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതിപ്പോൾ ദേഷ്യം വന്നോട്ടെ അല്ലെങ്കിൽ ഒരു സങ്കടമൊക്കെ വന്നാൽ ഇവർ മറ്റുള്ളവരെ അസഭ്യം പറയുക അല്ലെങ്കിൽ അവരെ തന്നെ ഉപദ്രവിക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്നുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടാറുണ്ട്. നമുക്ക് ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അവരുടെ ശരീരത്തിലൊക്കെ കുറേ മുറിവുകളൊക്കെ ഉണ്ടാവും. ഇവർ പലപ്പോഴും ഷാർപ്പായിട്ടുള്ള ബ്ലേഡ്, കത്തിയൊക്കെ ഉപയോഗിച്ചിട്ട് ഇവരുടെ ശരീരത്തിൽ തന്നെ മുറിവേൽപ്പിക്കും. എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാണെങ്കിൽ ഇവരുടെ ഒരു ഫ്രസ്ട്രേഷൻ കുറയ്ക്കാനൊക്കെ ആയിട്ട് ഇവർ അവരെ തന്നെ സെൽഫ് ഹാം ചെയ്യും. ഈ ഒരു മൂഡ് സ്വിങ്സിൽ ഫ്ലക്ച്വേഷൻസ് ഉള്ള കാരണം കൊണ്ട് തന്നെ ഇവരിൽ സൂസൈഡൽ ടെൻഡൻസീസും കൂടുതലാണ്. ഇതുപോലെയുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരാളാണോ നിങ്ങൾ എങ്കിൽ വർഷങ്ങളുടെ കൗൺസിലിംഗ് മേഖലയിലെ പരിചയവും കേരളത്തിൽ തന്നെ ഒന്നാമതായും നിൽക്കുന്ന സൈക്കോളജിസ്റ്റുകളുടെ സേവനം അബ്സല്യൂട്ട് മൈൻഡ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ ഓഫ്ലൈൻ കൗൺസിലിംഗ് സെന്ററുകളിലെത്തി സൈക്കോളജിസ്റ്റുകളെ നേരിട്ട് ലഭ്യമാക്കുന്നതിനും ഓൺലൈൻ ബുക്കിങ്ങിനും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും കൂടാതെ സംശയങ്ങൾ പരിഹരിക്കാനും താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ ഞങ്ങളെ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അബ്സല്യൂട്ട് മൈൻഡ്, എ കംപ്ലീറ്റ് കെയർ ഫോർ യുവർ മൈൻഡ്. ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാരിൽ ഒരു അഡോൾസൻ പീരീഡിൽ തന്നെ ഈ ലക്ഷണങ്ങൾ കണ്ടുവരാറുണ്ട്. എടുത്തു ചാടുക, പല റിലേഷൻഷിപ്സിൽ ഏർപ്പെടുക, ഇവരുടെ കാര്യം സാധിക്കാത്തപ്പോൾ പാരൻസിനോട് ദേഷ്യപ്പെടുക, സ്വയം ഉപദ്രവിക്കുക, സാധനങ്ങൾ വലിച്ചു പൊട്ടിക്കുക എന്നിങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അത് പലപ്പോഴും കുട്ടികളല്ലേ എന്ന് വിചാരിച്ചിട്ട് പാരൻസ് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. പക്ഷേ വലുതാവും തോറും ഇവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇവരെ മറ്റ് റിലേഷൻഷിപ്സിനൊക്കെ ഇത് ബാധിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഗൗരവം എല്ലാവർക്കും മനസ്സിലാവുന്നത്. ഈ BPD ഉള്ള ചില ആൾക്കാരിൽ ഒരു ലോൺലിനെസ് അല്ലെങ്കിൽ ഒറ്റപ്പെടലൊക്കെ കണ്ടുവരാറുണ്ട്. അവർക്ക് എത്ര ഒരു അറ്റൻഷൻ കൊടുത്താണെങ്കിലും അവരതിലൊന്നും തൃപ്തരായിരിക്കില്ല. അതേപോലെ തന്നെ അവർക്കൊരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടാവും. എപ്പോഴും അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ, ഹെയർ സ്റ്റൈൽ, അവർ സംസാരിക്കുന്ന രീതിയിലൊക്കെ അവരെപ്പോഴും മാറ്റം വരുത്തിക്കൊണ്ടിരിക്കും. പേഴ്സണാലിറ്റി ഡിസോർഡർ കണ്ടുപിടിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പലപ്പോഴും ഇവരുടെ ഒരു മാനിപ്പുലേഷനും ഇവരുടെ ഒരു സ്കിൽസും കാരണം മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല അവർക്ക് ഇങ്ങനെ ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ കൂടെ താമസിക്കുന്നവരെ പാരൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇവരുടെ പാർട്ട്നേഴ്സ് ആയിക്കോട്ടെ അവരായിരിക്കും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഇവരെ ഒരു നേച്ചറായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.